പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുസ്ലിം വിഭാഗത്തെ രണ്ടാം തരം പൗരന്മാരാക്കാനുള്ള RSS അജണ്ടയാണ് പൗരത്വ നിയമം. കോൺഗ്രസിന് CAക്കെതിരെ നിലപാടില്ലെന്നും ഒന്നിച്ചുള്ള പ്രക്ഷോഭത്തിൽ നിന്ന് കോൺഗ്രസ് പിന്മാറിയെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ CPM സംഘടിപ്പിക്കുന്ന ബഹുജന റാലിക്ക് കോഴിക്കോട് തുടക്കമായി. കുടിയേറ്റക്കാരെ മുസ്ലിമുകളെന്നും അമുസ്ലിമുകളെന്നും വേർതിരിക്കുകയാണ് പൗരത്വ നിയമം ചെയ്യുന്നത്. സംഘപരിവാർ അജണ്ട നിയമപരമാക്കാനാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 2019 ഭേദഗതിയിൽ മതത്തെ പൗരത്വത്തെ നിർവചിക്കാനുള്ള അടിസ്ഥാനമാക്കി മാറ്റുന്നത്. അത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിക്കൊണ്ടുള്ള ഗവൺമെന്റാണ് ചെയ്തത്. സംഘപരിവാറിന്റെ അജണ്ട കൃത്യമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പൗരത്വത്തെ മതാടിസ്ഥാനത്തിൽ നിർവചിക്കാൻ പുറപ്പെട്ടത്. കോൺഗ്രസ് സംസ്ഥാന ദേശീയ നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി സംഘടിപ്പിച്ച ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ പൗരത്വ നിയമത്തിനെതിരായി എന്തെങ്കിലും പറഞ്ഞോ എന്ന ചോദ്യം ഉന്നയിച്ചു. ഭാരത് ജോഡോ ന്യായ് യാത്ര, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ശബ്ദം എവിടുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായോ? എന്തേ പൂർണ്ണ മൗനം? എന്തുകൊണ്ടാണ് അത്തരമൊരു നിലപാട് വരുന്നത്? ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് CPM രണ്ടാം പൗരത്വ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരിക്കുന്നത്. 2019 നടന്ന പ്രതിഷേധ പരിപാടികൾ ന്യൂനപക്ഷ വോട്ടുകൾ ആകർഷിക്കുന്നതിൽ പ്രധാന ഘടകമായി എന്നാണ് CPIM വിലയിരുത്തൽ. കോഴിക്കോട് വടകര മണ്ഡലം LDF സ്ഥാനാർത്ഥികൾ പൗരത്വ സംരക്ഷണ റാലിയുടെ ഭാഗമായി. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C മുഹമ്മദ് ഫൈസി, സമസ്ത നേതാവ് മുസ്തഫ മുണ്ടുപാറ, CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ, വിവിധ മുസ്ലിം സംഘടനാ പ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. മീഡിയ 1 കോഴിക്കോട്.